എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്, ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനസ് പ്രൊമോട്ടർ. അപ്പോൾ എണ്ണ തേക്കലിൻ്റെയും ഓയിൽ മസാജിൻ്റെയും ഗുണങ്ങൾ ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഓയിലും കൂടി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഞാൻ പരിചയപ്പെട്ടതിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ നല്ല കോമ്പിനേഷൻസ് ആയിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഓയിലാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അത് സ്കിന്നിന്, സ്കാൽപ്പിന്, മസിൽ ഹെൽത്തിന്, നെർവ് ഹെൽത്തിന്, ബോൺ ഹെൽത്തിന് എല്ലാത്തിനും ഒരേപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അതാണ് എലമെന്റ്സ് വെൽനസിൻ്റെ ചാമ്പ്യൻ ഓയിൽ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എപ്പോഴും അതിന്റെ നോഹൗ ആരുടെയാണെന്നും അതിന്റെ സർട്ടിഫിക്കേഷൻ നോക്കിയിട്ടാണ് എടുക്കാറ്. ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഈ ഒരു ഓയിലിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓയിൽ മസാജിങ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് മുഴുവനും ഈ ഓയിൽ തേക്കുമ്പോഴും ഉണ്ടാവും എന്നുള്ളത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2, ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഗുണമാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുന്തോട്ടി, മഞ്ചട്ടി, ഞവര, മുതിര, അറുകപ്പട്ട, പച്ചില, അതേപോലെ ഒരു 4 തൈലങ്ങളുണ്ട്. ടീ ട്രീ ഓയിൽ, മാഷ തൈലം, വേപ്പെണ്ണ, എള്ളെണ്ണ. മെയിനായിട്ട് ഇതിനകത്ത് എള്ളെണ്ണയാണ് ബേസ്. അത് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനായിട്ടും പെനട്രേറ്റ് ചെയ്യാനായിട്ടും വളരെ നല്ല കഴിവുള്ളതാണ് എള്ളെണ്ണ. ഇതിന്റെ പ്രിപ്പറേഷൻ ഒരു യുണീക്ക് ഫോർമുലയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. തൈലപാക വിധി പ്രകാരമാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ട് അതിൻ്റെ ഒരു കഷായം ഉണ്ടാക്കി അത് അരിച്ചെടുക്കണം. പിന്നെ അതേ ഇൻഗ്രീഡിയൻസിനെ പൊടിച്ചെടുത്ത് അത് പാലിൽ അരച്ച് ഒരു പേസ്റ്റ് ആക്കിയിട്ട് കിഴി കെട്ടിയെടുക്കുന്നു. ഇനി ഈ 4 തൈലവും അതിനകത്തേക്ക് ഈ കഷായം നമ്മൾ ഉണ്ടാക്കിയതും ചേർത്ത് ഈ കിഴിയും വെച്ചിട്ടാണ് ഈ ഒരു പ്രത്യേകതരം ഓയിൽ ഉണ്ടാക്കുന്നത്. ഇതാണ് തൈലപാക വിധി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണം വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും. ഓരോ ഇൻഗ്രീഡിയൻറ്റിന്റെ ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് മഞ്ചട്ടി. സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലത്. ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. വിഷഹരം പ്രോപ്പർട്ടി ഉള്ളതാണ്. ഈ ഓയിലിന് ഒരു ഡീപ്പർ പെനട്രേറ്റിംഗ് ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെയധികം ഗുണം ചെയ്യും നമുക്ക്. ഞവര അരി എന്ന് പറഞ്ഞാൽ നെർവ്സിനെ കാം ഡൗൺ ചെയ്യാൻ, നറിഷ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. വേപ്പെണ്ണയും ടീ ട്രീ ഓയിലും ആന്റി ബാക്ടീരിയൽ കർമ്മമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ചെറിയ ഇച്ചിങ് അങ്ങനെയൊക്കെ ഉള്ളതിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യണം. ഈ ചാമ്പ്യൻ തൈലത്തിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലഡ് സർക്കുലേഷൻ വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യണം. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മോർ ന്യൂട്രിയൻസും മോർ ഓക്സിജനും വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. മസിലിനെ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പൊ തന്നെ പെയിൻ, സ്റ്റിഫ്നെസ് ഇതിനൊക്കെ വളരെയധികം റിലീഫ് കിട്ടണം. പിന്നെ ഒരു ലൂബ്രിക്കന്റ് പോലെ ജോയിന്റ്സിനെ സപ്പോർട്ട് ചെയ്യണം. ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വലിയൊരു പരിഹാരമാണ്. പിന്നെ ഇത് നെർവ്സിന് ഒരു ടോണിക്കാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ തേക്കാന്ന് വെച്ചാൽ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ നമുക്കിത് തേക്കാവുന്നതാണ്. ഇത് തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന നല്ലതാണ്. അത് നമ്മൾ ഭയങ്കര കെമിക്കൽ അടങ്ങിയ സോപ്പുകളൊന്നും യൂസ് ചെയ്യാണ്ട് മൈൽഡ് ആയിട്ടുള്ള ഹെർബൽ സോപ്പുകളോ അതേപോലെ പയറുപൊടിയോ കടലമാവോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കുളിക്കാവുന്നതാണ്. ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ എഫക്റ്റീവ് ആണ് ഇത് റെഗുലർലി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ സ്കിന്നിന് വേണ്ടി മാത്രമുള്ളതല്ല. എൻറ്റയർ ബോഡിയുടെ നറിഷ്മെന്റിന് ഓയിൽ മസാജ് വളരെ നല്ലതാണ്.